അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഓപ്പോൻ്റെ F21s എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്യാനുള്ള, പക്ഷേ ഫോണിൽ ഡിസ്പ്ലേ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക് ഗ്ലാസ് ഹീറ്റ് ചെയ്ത് ഊരിയെടുക്കാം. സ്ക്രൂ എല്ലാം ഊരിയിട്ട് ബാക്ക് പാനൽ ഊരുക. ഇതാണ് ബാറ്ററിൻ്റെ കണക്ഷൻ. ഇത് ഡിസ്കണക്ട് ചെയ്യുക. ഇതാണ് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ. അത് ഊരുക. നമ്മൾ ഡിസ്പ്ലേ എല്ലാം ചെക്ക് ചെയ്തിട്ട് പല ഇഷ്യൂ ഉണ്ട്. ഇതേപോലെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും, പക്ഷേ ടച്ച് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേയിൽ വെള്ളം കയറിയിട്ട് ഡിസ്പ്ലേ ഡാമേജ് ആയത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ എടുത്ത് LED ഡിസ്പ്ലേ തന്നെയാണ് എടുത്തത്. ഡിസ്പ്ലേ എല്ലാം വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്തെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഡിസ്പ്ലേൻ്റെ സീല് പറിച്ചളഞ്ഞു. അതിനുശേഷം പുതിയ ഡിസ്പ്ലേ വെച്ച് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു. LED ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ ഫോൺ LED ഡിസ്പ്ലേ ആണ് വന്നത്. ഫിംഗർ പ്രിൻ്റ് അണ്ടർ ഡിസ്പ്ലേ വന്ന സെറ്റാണ്. അതിനുശേഷം പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പുതിയ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ വടിയിലത്തെ സീലും പറിച്ചളഞ്ഞിട്ട് ഡിസ്പ്ലേൻ്റെ ബാറ്ററിൻ്റെ എല്ലാം കണക്ഷൻ തിരിച്ചു കൊടുത്തു. അതേപോലെ ബാക്ക് പാനലും ബാക്ക് ഗ്ലാസ്സും എല്ലാം സ്ക്രൂ ചെയ്തു. ബാക്ക് ഗ്ലാസ് ഒട്ടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് എല്ലാം വർക്ക് ചെയ്യുന്ന രീതി ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഓൺ ആവും, പക്ഷേ ടച്ച് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ പല രീതിയിൽ വരും. ഇതിൻ്റെ വെള്ളം കയറിയതായിരുന്നു. പിന്നെ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വരും, സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വരും. അങ്ങനെ പല കംപ്ലയിൻറ്റ് കൊണ്ടുവരും. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വെള്ളം കയറിയുണ്ടായിരുന്നു. നമ്മളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ പുതിയ ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം പക്കയായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി LED ഡിസ്പ്ലേ തന്നെയാണ് വെച്ചേക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.